ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഗൈസ്? എല്ലാവർക്കും സുഖമാണല്ലോ. പിന്നെ എന്തൊക്കെയുണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ? ഞാൻ ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വെച്ചത്, അക്കരെ ഒരു വീട്ടിൽ തയ്ക്കാനായിട്ട് കുറച്ച് തുണി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ നെയ്റ്റി തയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് കൊണ്ടുപോകാമെന്നും പറഞ്ഞുകൊണ്ട് എടുത്തിങ്ങനെ വെച്ചേക്കുകയാണ്. അപ്പം അങ്ങോട്ട് പോയിട്ട് നമ്മൾ എൻ്റെ കൂട്ടുകാരി തന്നെ. അപ്പം അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങളെല്ലാം ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഭയങ്കര വെയിൽ, ഒന്നും കാണാൻ പറ്റുന്നില്ല. താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇവിടെയൊക്കെ വയലും ഒക്കെയാണ്. വയലും നല്ല സ്ഥലങ്ങളാണ്, കാണാനൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെ മൊത്തം കാടായി കിടക്കുന്നു. ഈ പേടങ്ങളെല്ലാം നമുക്കുള്ള ഫാമിലിയിലുള്ള നമ്മളെ ഷൈബാട കുടുംബത്തിലെ പുരയിടങ്ങൾ തന്നെ കാണുന്നതെല്ലാം. ഷൈബ എന്ന് പറയുമ്പോൾ ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല അതിൻ്റെ അടുത്ത്. അതൊക്കെ ഒരു ദിവസത്തെ വീഡിയോയിൽ ഞാൻ എല്ലാം പറയാം. ഇത് ഷൈബാട വീട്ടിൽ കയറി പോകണം ബാക്കിലത്തെ വഴിയാണ്. വീട്ടിലല്ല, കോഴി വീട്ടിലും കയറി പോകാം. കോഴി ഫാം ഇതും അവിടെ കാണുന്നുണ്ട്. എന്താ കുറച്ചേ കാണാൻ പറ്റത്തുള്ളൂ. അവിടെയാണ് ഇതൊക്കെ ഉള്ളതൊക്കെ മൊത്തം ഉറക്കുള്ള പരിപാടിയാണ്. കുറച്ച് പോകാം. ഇതാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴി. എൻ്റെ കൂട്ടുകാർ ഇതാ പോകുന്നുണ്ട്. എന്നെ വിളിക്കാനായിട്ട് ഇറങ്ങി വന്നത്. അവളിതാ പോകുന്നു. എൻ്റെ കവർ അവളെ കയ്യിലുണ്ട്. ഇതൊക്കെ റബ്ബറും പെരയിടങ്ങളാണ് ഇവിടെ മൊത്തവും. അങ്ങ് പേർ പോകണം അവളെ വീട്ടിൽ. കുറച്ച് ഞാൻ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എനിക്ക് വഴി അറിയത്തില്ല. അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നു. ഇത് ഷീറ്റടിക്കുന്ന പെര. ഒരു ഹായ് പറയടി. ഹായ്. അവൾക്ക് നാണക്കേട്. ഓക്കെ, ഇവിടെ മൊത്തം റബ്ബറും പെരയിടമാണ്. ഞാൻ ആക്കുന്നു വഴി കയറിയപ്പോൾ ഞാൻ ആക്കുന്നു. വഴി കുന്നൊന്ന് കയറി തേയിലല്ലാത്തതുകൊണ്ടാണ്. ഇനിയുണ്ട് നടക്കാൻ. വീടുകളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. വഴി ഹാക്കുന്നു. വീട് നമ്മളെ വീടെത്തിയിട്ടുണ്ട്. നമ്മളെ വീട്ടിൻ്റെ വഴി അപ്പുറത്തൂടെ വരണമെങ്കിൽ അതാണ് വഴി. നമ്മളെ വീട്ടിൻ്റെ ഇടയിൽ കൂടെ വന്ന് നമ്മളെ വീട്. അവളെ വീടെത്തിയിട്ടുണ്ട്. അവളെ വീട്ടിൽ അവൾ കൃഷി ചെയ്ത പച്ചമുളക്, പിന്നെ വഴുതനി, പിന്നെന്തോന്ന് പാവയ്ക്ക എല്ലാം എന്താ ഇവിടെ കൃഷി ചെയ്ത് നിർത്തിയിട്ടുണ്ട്. പിന്നെ പച്ചമുളക് കൃഷി, പിന്നെ മറ്റേ പാവയ്ക്ക അവൾ കവറിട്ട് വെച്ചിട്ടുണ്ട്. പുഴു കയറുന്നുണ്ട് ഒരുപാട്. അതുപോലെ പുഴു കയറി പോയെന്ന്. അങ്ങനെ അവൾ പാവയ്ക്ക് ഇതുപോലെ കവറിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് മഴയും കൂടെ ഉള്ളതുകൊണ്ട് അതിൽ പുഴു കയറും. പിന്നെ അവൾ കാന്താരി മുളക് അവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിലും ഉണ്ട് കുറച്ച് മുളക്. ചീരച്ചേമ്പ് ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്.
ദാണ്ട് അവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ചീരച്ചേമ്പ്. പിന്നെ നമ്മളവിടെ ഉണ്ടായിരുന്നത് ഞാൻ എടുത്ത് കളഞ്ഞത്, നമ്മളവിടെ ആക്കി വെക്കാറില്ല. പിന്നെ മറ്റേ ചിക്കനിലൊക്കെ ഇടുന്ന മല്ലിയില അതുണ്ട്. പച്ചമുളക് 4 മൂട് നിൽപ്പുണ്ട്. പിന്നെ വഴുതണി അതും കാ ഉണ്ട്, അതിലും ഉണ്ട് കാ. അവിടെ മുറ്റത്ത് മൽബറി ഉണ്ട്, മൽബറിയിൽ കാ പിടിച്ച് കിടക്കുന്നു. അതിൽ കുറച്ച് കാ ഉണ്ട്. പിന്നെ മറ്റേ ഫാഷൻ ഫ്രൂട്ട് കിടപ്പുണ്ട്. വെയിലായതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല, ഭയങ്കര വെയിലിവിടെ, അതൊന്നും കാണാൻ പറ്റുന്നില്ല. കുറച്ച് കാ കിടപ്പുണ്ട്, ഇതിൽ പഴുത്ത് നിൽപ്പുണ്ട്. കുറച്ച് പറിച്ചായിരുന്നു, ഞാൻ വന്നപ്പോൾ എനിക്ക് കുറച്ച് പറിച്ച് തന്നായിരുന്നു. ഞാൻ കഴിച്ച്. നല്ല മധുരമുണ്ട്, നല്ല വെയിലുണ്ട്, ഒന്നും കാണാൻ പറ്റുന്നില്ല, നല്ല വെയിലുണ്ട്. ഇത് വെയിൽ ഭയങ്കര. ഒരു കാത നല്ലതുപോലെ പഴുത്ത് ഇരിപ്പുണ്ട്, അത് നല്ലതുപോലെ കാണാൻ പറ്റി. കൊണ്ട് കായ് ഇനിയും പിടിച്ച് കിടപ്പുണ്ട്. ഇവിടുത്തെ മോള് വരച്ച പടമാണിത്, അതുകൂടെ ഞാൻ ഇതിലോട്ട് എടുത്ത്. എങ്ങനെയുണ്ടെന്ന് നോക്കണേ. ബാക്ക് സൈഡിൽ വന്നപ്പോൾ ആ ബാക്കിലും പച്ചമുളക് നിൽപ്പുണ്ട്. കുറച്ച് പച്ചമുളക് പറിച്ചുകൊണ്ട് പോകണം. ഇവിടെയൊക്കെ നിൽപ്പുണ്ട്, ഇവിടെ എല്ലാം പിടിച്ച് നിൽപ്പുണ്ട്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോയിൽ കാണും വരെ അസ്സലാമു അലൈക്കും.